ഹായ്, അവിടെ സുഖമല്ലേ എല്ലാവർക്കും? ഗുഡ് മോർണിംഗ്. ഇന്ന് കുറച്ച് ചീരയും പച്ചക്കറികളൊക്കെ കുറച്ച് പൊട്ടിക്കാണ്ട്. അപ്പോൾ നമ്മളിന്ന് സുന്ദരി ചീരയാണ് പൊട്ടിക്കാനുള്ളത്. എന്താ കുറച്ച് സുന്ദരി ചീര അവിടെ പാകമായി നിൽക്കുന്നുണ്ട്. അപ്പം നമുക്കത് പൊട്ടിച്ചിട്ട് വേഗം ഉപ്പേരി ഉണ്ടാക്കിയിട്ട് ജോലിക്ക് പോകണ്ട. അപ്പോൾ ചോറുണ്ടോണ്ടേ, അപ്പോൾ അതിനുള്ള ചീര പൊട്ടിക്കാൻ വന്നതാണ് കേട്ടോ. കണ്ടില്ലേ ചീര? കണ്ടില്ലേ? സുന്ദരി ചീര കണ്ടാൽ പൊട്ടിക്കാൻ തന്നെ തോന്നില്ല. ടാ അടിപൊളി ചീരടാ, സുന്ദരി ചീര കേട്ടാ. എന്താ ഇടയിൽ മറ്റുള്ള ചീരയും പൊന്തിട്ടുണ്ട്. എന്താ അടിപൊളിയല്ലേ, ഉഷാറല്ലേ? നമുക്ക് ഇങ്ങനെയാണ് പൊട്ടിക്കുക. അപ്പോൾ കുറച്ചവിടെ നിൽക്കും ചെയ്യും. അതാണ് സുന്ദരി ചീര കേട്ടാ. കണ്ടില്ലേ എന്താ സ്റ്റൈല് കാണാൻ. ഇത് കടയിലൊക്കെ മേടിക്കാൻ കിട്ടും. സുന്ദരി ചീരയുടെ വിത്ത് ചോദിച്ചാൽ കിട്ടും. അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഇത് ഒന്ന് മുളപ്പിക്കാൻ നിർത്തുക, അതായത് ഒന്ന് പൂക്കാൻ നിർത്തുക. പൂക്കാൻ നിർത്തുക, അതിൻ്റെ വിത്തും കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതേമാതിരി സുന്ദരി ചീര, അങ്ങനെ പല ഐറ്റം ചീര ഉണ്ട്. മയിൽപ്പീലി ചീര, അങ്ങനെ പല ഐറ്റം ചീരകളുണ്ട്. അപ്പോൾ അതിലൊരു ചീരയാണിത്. മയിൽപ്പീലി ചീര എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ചുവപ്പടയാളം ഉണ്ടാവും കേട്ടോ. ഇത് വളത്തിനനുസരിച്ചിട്ട് പല സ്ഥലത്തും പല ഐറ്റമായിട്ടാണ് ഇതുണ്ടാവുക കാണൽ. വളം കുറവാണെന്നുണ്ടെങ്കിൽ ചെറിയ ഇലാവും, ഇതേമാതിരി ഇത്ര ചെറിയ ഇലാവും. വളം കൂടിയിട്ടുണ്ടെങ്കിൽ ഇതാ ഇത്ര വലിയ ഇല കിട്ടും. ഇത്ര വലിയ ഇലാവാൻ നമ്മളെന്താ ചെയ്യുക? ഒന്നും ചെയ്യണ്ട, പൈസ എടുത്തിട്ടൊന്നും വളങ്ങൾ മേടിച്ചിട്ട് കടയിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് കരികിര കുറച്ച് ഒരു കുഴിയിലിട്ടിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കുക. ചാണകം ഉണ്ടെങ്കിൽ ചാണകം ഇളക്കിയിട്ട് അതിൽ വയ്ക്കുക. ആട്ടുംകാഷ്ടം ഉണ്ടെങ്കിൽ ആട്ടുംകാഷ്ടം അതിലിടുക. അപ്പോൾ ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് വളമായിട്ട് മാറും. ആ വളത്തിൽ ഇത് നേരിട്ടിട്ടുണ്ട് വയ്ക്കുക. അത് ഒരു പൊടിമണ്ണ് മാതിരി ആവും, അതായത് കമ്പോസ്റ്റ് ആവും. കമ്പോസ്റ്റ് ആയാലും ആ കമ്പോസ്റ്റ് നേരിട്ടെടുക്കുക, അതിലാണ്ട് തൈകൾ വയ്ക്കുക. പിന്നെ അതൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനൊന്ന് നേരിട്ട് നട്ട് പിന്നെ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഇതിൻ്റെ വളർച്ച കണ്ടില്ലേ? അപ്പോൾ അതാണ് എന്താ ഇലകൾ. നമ്മളെ ചുറ്റുഭാഗത്തുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമ്മൾ കൃഷി ചെയ്യാമെന്നാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. അല്ലാതെ പുറത്തുനിന്ന് വളങ്ങൾ മേടിച്ചിട്ട് കൃഷി ചെയ്താൽ നമുക്ക് ചിലപ്പോൾ മുതലാവില്ല. അതുകൊണ്ടാണ് വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ കൃഷി ചെയ്യാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞത് കേട്ടോ. ഞാനങ്ങനെ ഇതൊക്കെ അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. പുറത്തുനിന്നൊരു സാധനം മേടിച്ചിട്ടില്ല കേട്ടോ. ഇതൊക്കെ അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഓക്കെ, അപ്പോൾ ഇത് ബാക്കിയിലേക്ക് പൊട്ടിക്കാം. അടിപൊളിയാണ്. ഇനി നമുക്ക് തോനെ പൊട്ടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അടുത്തത് ഇനിയിപ്പോൾ വഴുതനങ്ങ കുറച്ച് പൊട്ടിക്കാണ്ട്. വഴുതനങ്ങ പൊട്ടിക്കട്ടെ. കുറച്ച് വഴുതനങ്ങ അതാ പൊട്ടിച്ചിട്ടുണ്ട്, താഴെന്ന് പൊട്ടിച്ചിട്ടുണ്ട്. മേലെ കുറച്ച് വഴുതനങ്ങ ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ നമുക്ക് പൊട്ടിക്കല്ലേ. കോളിഫ്ലവർ കുറച്ച് പൊട്ടിക്കാണ്ട്. കോളിഫ്ലവർ പൊട്ടിച്ച്. കേബേജ്, കോളിഫ്ലവർ, ഇതൊക്കെ കേബേജ് വിളവെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. ഇനി കോളിഫ്ലവറാണ് വിളവെടുപ്പ്. കുറച്ച് ബാക്കിയുള്ളത് എന്താ ഉണ്ടായി വരണുള്ളൂ. രണ്ടിപ്പോൾ കോളിഫ്ലവർ 2 കിട്ടുന്നുണ്ട്. ഓക്കെ, രണ്ട് വഴുതന താഴെ ഉണ്ടായി. ഇതാണ് ചീരക വിത്ത്. ഇതിങ്ങനെ വരിക, ഇങ്ങനെ പൊട്ടിക്കുക. ചീര വെച്ച് അടിയിൽ ചീര വെച്ച് ഇതാണ് ചീര വെച്ച്. അതേപോലെ ഇപ്പോൾ ചീര മുളച്ച് വരും. അപ്പോൾ ഇങ്ങനെ വിത്ത് ഉണ്ടാക്കുക. അപ്പം ഇതിൽ നന്നായി ഇവിടെ. അപ്പോൾ തക്കാളികൾ ഒക്കെ റെഡി ആയിട്ട് വരുന്നുണ്ട്. പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിൽ സെറ്റ് ആയിക്കണത്
മൂന്നാമത്തെ പ്രായമുള്ള തക്കാളിയാണ്. ഒക്കെ സെറ്റായി വരുന്നുണ്ട്. തക്കാളി പൂട്ട് പിടിച്ചു തുടങ്ങിയിരിക്കുന്നത്. എന്താ നമ്മളെ വഴുതന തൈ രണ്ടാം പ്രാവശ്യം പ്രൂൺ ചെയ്ത് വരികയാണ്. ഇലകളൊക്കെ പോയി രണ്ടാം പ്രാവശ്യം വീണ്ടും ആദ്യത്തെ പോലെ തന്നെ വീണ്ടും ഉണ്ടാവും. എന്താ ഇതൊക്കെ സെറ്റായി ഒന്നും കൂടെ റെഡി ആയി വരുന്നുണ്ട്. ഇലകളൊക്കെ കട്ട് ചെയ്ത് കൊടുത്താൽ വീണ്ടും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ വഴുതന 1 കൊല്ലം 2 കൊല്ലത്തോളം ഇന്ന് കായ്ക്കുന്ന സാധനമാണ്. അത് ചെറിയൊരു കവറിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ സാധനം നല്ലപോലെ ഉണ്ടാവണുണ്ടല്ലേ. അതാണ് പറഞ്ഞത്, വളം ജൈവവളമായി കഴിഞ്ഞാൽ നല്ല ക്ലിയറിൽ ഉണ്ടാവുകയും ചെയ്യും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. കോവയ്ക്ക അതാണ്ടില്ലേ, ഇതൊക്കെ 5 കൊല്ലമായ തൈയാണിത്. കോവയ്ക്കര വള്ളിയാണ്. എന്താ വണ്ണം കണ്ടില്ലേ, താഴെ നിന്നാണ് വന്നിരിക്കുന്നത്. ഇതില്ലേ കോവല്, ഇത്ര കോവലാണ് നിൽക്കുന്നത്. എന്താ ഒരു കോവലുണ്ട്. ഓക്കെ, കോവല് കണ്ടില്ലേ. ഉപ്പേരി വെച്ചാൽ എന്ത് ടേസ്റ്റാണ്. അതായത് പച്ചക്ക് തിന്നാം. ഷുഗറുള്ളവർക്കൊക്കെ നല്ല സാധനമാണ്. സൂപ്പറാണ്. 2 ഐറ്റം കോവിലുണ്ട്. ഇത് ചെറിയ ടൈപ്പ് കോവിലാണ്. നീളമുള്ള കോവിൽ വേറുണ്ട്. അതിൻ്റെ അടുത്തില്ല. ഇത് ഞാൻ 5 വർഷമായിട്ട് ഇവിടെ ഉള്ളതാണ്. നമുക്ക് സ്ഥിരമായിട്ട് കിട്ടും. ഇപ്പോൾ ഇവിടെ ഒരു സെറ്റ് തക്കാളി ഇട്ടാ ഉണ്ടായിട്ടിരിക്കുന്നതാ. ഇനി അവിടെ നമ്മളെ മധുരക്കിഴങ്ങ് പറിച്ചില്ലേ, അതിൻ്റെ തൈ വീണ്ടും ഉണ്ടാക്കിയതാണ്. കണ്ടില്ലേ, ഇപ്പോൾ തന്നെ ഉഷാറായിരിക്കണം. ഇപ്പോൾ 3 ദിവസമായിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ അത് ഉഷാറായി വരൽ തുടങ്ങി. ഇതാണ് ജൈവവളത്തിൻ്റെ പവർ. കണ്ടില്ലേ, ഒക്കെ സെറ്റായി വരുന്നുണ്ട്. മുളക് കണ്ടില്ലേ, അടിപൊളി മുളക് അല്ലേ, സെറ്റല്ലേ, മുളക് സെറ്റല്ലേ. ഇവിടെ ഒരു വഴുതനങ്ങ ഒളിച്ച് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും പൊട്ടിച്ചിരിക്കുക. ഇത് ഫസ്റ്റിൽ വീട് കായ്ച്ചിട്ട് 2ാം പ്രാവശ്യം വീണ്ടും ഉണ്ടാവുക. ഇതില്ലേ വഴുതനങ്ങ ഇതൊക്കെ വീണ്ടും ഇല പൊട്ടിച്ച് പിന്നെ ഉണ്ടാവില്ല തുടങ്ങിയണ്ടാ. കുനുകുനാ മുട്ടിട്ട് കണ്ടില്ലേ, കുനുകുനാ മുട്ടിട്ട് കണ്ടില്ലേ. വീണ്ടും ഉണ്ടാവും. അതിൻ്റെ തൈയാണ് കേട്ടോ. തൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ 2ആയിട്ട് കീറുക. ആദ്യം 2 തലപ്പണ്ട് മുറിച്ച് കളയുക. നടുഭാഗമാണ് വിത്ത് എടുക്കുക കേട്ടോ. നടുഭാഗം ഇങ്ങനെ പൊളിച്ചിട്ട് മലത്തിയിട്ട് മണ്ണിൽ കുഴിച്ചിടുക. അപ്പോൾ നല്ല ആരോഗ്യത്തോട് കൂടിയിട്ടുള്ള തൈകളുണ്ടാവും. ഓക്കെ, അങ്ങനെയാണ് തൈകൾ ഉണ്ടാക്കുക. പിന്നെ ചീര പറിച്ച് നട്ടിട്ടില്ല, അങ്ങനെ അതിൽ പാകിയതാണ്. ചെറിയ സെറ്റപ്പ് ഉണ്ടാക്കിയതാണ്. ഇത് വേറൊരു ഐറ്റം കേട്ടോ, ചക്കരക്കിഴങ്ങ്, മധുരക്കിഴങ്ങ്. ഇത് വേറൊരു ഐറ്റം മധുരക്കിഴങ്ങ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കണ്ടില്ലേ, ഇപ്പോൾ ഞാൻ പൊട്ടിച്ച പച്ചക്കറികളൊക്കെ കണ്ടില്ലേ, നല്ല സന്തോഷവതിയായിട്ട് എല്ലാവർക്കും പൊട്ടിക്കാലോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ, സീ യു.